ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്ന സഹാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ ക്ലിപ്പ് ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേരിലല്ല. ഞാൻ ഒരു ഇടതുപക്ഷ വിശ്വാസി, ഒരു സഹയാത്രികൻ എന്ന നിലയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ക്ലിപ്പ് ഇറക്കുന്നത്. മണ്ണാർക്കാട് ബിലാലിൻ്റെ ബഹളമാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും, കേട്ടിരിക്കും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ വെള്ള പൂശിയ മനുഷ്യൻ അത് ബിലാലാണ് എന്നാണ് പറയുന്നത്. ഈ ബിലാലിനെ വെള്ള പൂശാൻ ചില ആൾക്കാർ തിരുവനന്തപുരത്തുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അവരുടെ പേര് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മാനനഷ്ട കേസ് വരുന്ന കരുതിയിട്ടല്ല, അവരുടെ പേരിനും പറഞ്ഞതിൽ പറയണ്ടെന്ന് വെച്ചിട്ടാണ്. എനിക്ക് മോശമുള്ളതുകൊണ്ട് പറയാത്തതാണ്. പിന്നെ വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ വലിയ വലിയ ബിലാലന്മാർ മറുപടിയും പറയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ മലബാർ സിമൻസിൻ്റെ അഴിമതി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് എനിക്ക് പ്രഷർ തന്ന ആ അന്വേഷണം നിർത്തിപ്പിച്ചത്? എന്തിനാണ് മലബാർ സിമൻസ് യൂണിയനിലെ പ്രവർത്തകരായ സഹാക്കൾ, ഞാനൊരു പേര് പറയുന്നില്ല, ഇനി അവർക്ക് അതിൻ്റെ വലിയ ബുദ്ധിമുട്ട് വരണ്ട, സഹാക്കളെ ചേർത്തിലേക്ക് സ്ഥലം മാറ്റിയത്? എന്തിനാണ് ചില ഉദ്യോഗസ്ഥന്മാർ, നിഷ്പക്ഷമായ ചില ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയത്? അതൊന്ന് പറയാൻ പറ്റുമോ? ഈ ബിലാലിന് എത്രമാത്രം പ്രഷർ തന്നു അത് മധ്യസ്ഥയാക്കാൻ? എന്തിനാണ് ആ സമയത്ത് പ്രവാസി സംഘടനയുടെ ജില്ലാ എക്സിക്യൂട്ടീവായി എന്നെ പുറത്താക്കിയത്? പിന്നീട് എന്നെ തിരിച്ചെടുത്തത് എന്തിനാണ്? അതെടുക്കാനുള്ള കാരണം എന്താണ്? ഞാനും ഒരു സംസ്ഥാന തലത്തിലുള്ള നേതാവും കൂടി KL9 AX 3000 എൻ്റെ ഇന്നോവ കാറിൽ ഇവിടെ കാഞ്ഞിരപ്പുഴ പോയത് എന്തിനാണ്? സ്ഥലത്തിൻ്റെ പേര്, ആ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കാഞ്ഞാരെന്നാണ്. എന്തിനാണ് പോയത്? ആ DYFIയുടെ വനിതാ നേതാവ് എന്താണ് തെറ്റ് പറഞ്ഞത്? എങ്ങനെയാണ് അവർ ഫോണിൽ നിങ്ങൾ തിരിച്ച് സംസാരിച്ചത്? ഇത് ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അന്വേഷണ കമ്മീഷൻ കേട്ടിട്ടുണ്ടല്ലോ, അതല്ല. അത് ഇവിടുത്തെ ജനങ്ങൾ മറക്കണോ? ഇവിടുത്തെ പല ഇലക്ട്രിക്കൽ കോൺട്രാക്ട് വർക്കുകളുടെയും MLAമാരുടെയും മറ്റുള്ള പലരുടെയും വർക്കുകളിൽ കോൺട്രാക്ടർ ആരാണ്? നിങ്ങളുടെ കുടുംബത്തിലത്തെ ഒരാളല്ലേ? കോൺഗ്രസുമായിട്ട് നിങ്ങൾ ഒരു ചർച്ച നടത്തിയില്ല പറയുന്നു. മണ്ണാർക്കാട് സീറ്റ് UDFൻ്റെ കയ്യിലാണ്, പോട്ടെ. അത് കഴിഞ്ഞ പ്രാവശ്യം ഭംഗിയായിട്ട് സുരേഷ് രാജിനെ ബൊമ്മ കളിപ്പിച്ച് ആ സഖാവിനെ ഭംഗിയായിട്ട് തോൽപ്പിക്കാനുള്ള കരിക്കുകളൊക്കെ നീക്കി തോറ്റു. അതിൻ്റെ കഥയിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. മൂപ്പർക്ക് അത് അത്യാവശ്യമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടായിരിക്കാം മൂപ്പര് വിശ്വസത്തിലെടുക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് പറ്റിയതായിരിക്കും. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. നിങ്ങൾ ഒറ്റപ്പാലം പിടിച്ചു കൊടുക്കാം, ഷൊർണൂർ സീറ്റ് ഞാൻ മത്സരിക്കാം, ഇല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് ഞാൻ മത്സരിക്കാം, ഷൊർണൂർ സീറ്റ് പിടിച്ചു തരാം, തൃത്താല പിടിച്ചു തരാം. നിങ്ങളൊക്കെ ഓടിയാണ് ചെന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഇവിടുത്തെ CPMമാരൊക്കെ തിരിച്ചു കൂട്ടിയെന്നാണോ മണ്ണാർക്കാടിൻ്റെ പൊന്നോമൽ ശേഖരുടെ വിചാരം? ഒരാളും കേൾക്കില്ല, ധാരണ വേണ്ട. പണ്ട് കോട്ടയം പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഒരു കുട്ടി കരയിൽ നിന്ന് കളിക്കുമ്പോൾ തിരമാല വന്നുകൊണ്ടിരിക്കുമ്പോൾ തിരമാലയെ പറ്റി ചോദിക്കുന്നതും, അത് കഴിഞ്ഞാൽ കുട്ടി ഒരു ബക്കറ്റ് കൊണ്ടുപോയിട്ട് ആ തിരമാല ആ വെള്ളം മുക്കിയിട്ട് പുറത്ത് കയറ്റി വെച്ചിട്ട് അമ്മോട് ചോദിച്ചു, കയറ്റി കറക്കി വെച്ചിട്ട് ചോദിച്ചു, അമ്മ ഇതിലെന്താ ഇതുമാതിരി തിരമാരി ഇത് വരാത്തതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഇത് കടലിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രം വരുന്നതാണ് ഈ തിരമാല. ഇത് ബക്കറ്റിൽ പിടിച്ച വെറും വെള്ളമാണ്, വേറെ ഒന്നും ഒരു പ്രതികാരശേഷി ഉണ്ടാവില്ല എന്നുള്ള കഥ പിണറായി സഖാവ് വളരെ മനോഹരമായിട്ട് അവിടെ പ്രസംഗിച്ചിരുന്നു. അത് അന്ന് ആർക്കൊക്കെ വേണ്ടിയാണ് പ്രസംഗിച്ചതെന്ന് ആ പ്രസംഗം കേട്ടതെന്ന് എനിക്കറിയാം, എനിക്കത് ബോധ്യമായിട്ടുണ്ട്. ഇത് തിരുവനന്തപുരത്ത് ചില ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്ത പഴയ സുഹൃത്തുക്കളും നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണതയാണ് നിങ്ങളിന്ന് ഇവിടുത്തെ ഒരു കോർപ്പറേഷൻ്റെ
ഒരു ബോർഡിൻ്റെ നേതാവായിരിക്കുന്നത് പോലും, ചെയർമാനായിരിക്കുന്നത് പോലും. എന്ത് യോഗ്യതയുണ്ട് അവിടെ ഇരിക്കാൻ? നമ്മളെ കുറ്റം പറയുന്നത് നമ്മളോടല്ല, മറ്റുള്ളവരോടാണ്. ഈ റിപ്പോർട്ടിംഗ് തന്നെ ശ്രദ്ധിക്കാമല്ലോ. ഈ ജനങ്ങളുടെ ഇടയിൽ മൊത്തം വ്യാപിച്ചല്ലേ ഈ റിപ്പോർട്ടിംഗ്? എല്ലാവരും വ്യാപിച്ച്, എല്ലാവരും അറിഞ്ഞില്ലേ? CPM പാർട്ടി സഹാക്കൾ മാത്രമാണ് റിപ്പോർട്ടിംഗ് അറിഞ്ഞത്. അതിനുശേഷം പുറത്തിറങ്ങിയ എല്ലാ സഹാക്കളും എല്ലാവരും വിവരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൽ 14 കാര്യങ്ങൾ ബോധിപ്പിച്ചല്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പാർട്ടി മെമ്പർഷിപ്പിൽ ഇവർ നിർത്തിയിട്ടുള്ളത്? എന്ത് മാനദണ്ഡം വെച്ചാണ് പാർട്ടി മെമ്പർഷിപ്പിൽ നിർത്തിയിട്ടുള്ളത്? പാർട്ടിക്ക് ഇത്രയും പേടിയാണോ? ഒന്നിൽ നിന്ന് തുടങ്ങാമെന്നാണ് നമ്മൾ പഠിക്കണേ. 0 തുടങ്ങി 1 തുടങ്ങി 10 10 തുടങ്ങി 100 തുടങ്ങി 1000 തുടങ്ങി ലക്ഷങ്ങളിലേക്ക് എത്തുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോഴും മെമ്പർഷിപ്പ് തന്ന് നിങ്ങൾ നിർത്തിയിട്ടുള്ളത് പഴയ കാലത്ത് നിങ്ങൾ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണെന്ന് പറയാം. എന്താണ് ഈ അടിസ്ഥാനപരമായി ചെയ്തതിന് സത്യത്തിൽ ചോറ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത്? മധ്യസ്ഥർ വഹിച്ചു എന്നോ, സെറ്റിൽമെൻറ്റുകൾ ചെയ്തു കൊടുത്തു എന്നോ, അതിൽ പല ലാഭങ്ങൾ ഉണ്ടാക്കിയെന്നോ, വേറെ എന്താണ്? അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി സംസ്ഥാന നേതാക്കന്മാർ ഒരു സഹയാത്രിക എന്നുള്ള എൻ്റെ റിക്വസ്റ്റ് മാനിക്കണം. അനാവശ്യമായ ആൾക്കാരെ സംരക്ഷിച്ച് കൊണ്ടുപോയാൽ അത് പാർട്ടിക്ക് മൊത്തത്തിൽ പാർട്ടിയുടെ പരാജയത്തിനും അധംപതനത്തിനും കാരണമാവുമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അത് ഗോവിന്ദമാഷ പോലുള്ളവർക്ക് ഉൾക്കൊള്ളട്ടെ. കേൾക്കാൻ അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് അതിനൊക്കെ തീരുമാനം എടുക്കട്ടെ എന്ന് ഒരു പാർട്ടി അനുഭാവി, ഒരു സഖാവ് എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. എനിക്ക് പിന്നെ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. എന്നെ എവിടുന്നും അകത്താക്കാനുമില്ല, എവിടുന്നും പുറത്താക്കാനുമില്ല. അതുകൊണ്ട് എനിക്ക് പിന്നെ ടാക്സി പുറത്താക്കാൻ പോകണവർക്കാണല്ലോ പറയാൻ പേടി. ഇല്ലെങ്കിൽ പുറത്ത് പോകുന്ന പേടിയുള്ളവർക്കല്ലേ പറയാൻ പേടി. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ അന്നും ഇന്നും എപ്പോഴും അടുത്ത വർഷക്കാരനാണ്. അത് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് അതിന് ആരും സർട്ടിഫിക്കറ്റും വേണ്ട, അതിൻ്റെ പേരിലേക്ക് ആരും സഹായവും വേണ്ട. പക്ഷേ ഈ കാര്യങ്ങൾ പറയണം. ഇതേപോലെ ഒത്തിരി പറയാനുണ്ട്. പലവർക്കും ഇതിന് കൃത്യമായിട്ട് പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല. ഇതാലെ തീരട്ടെ എന്ന് വിശ്വസിക്കുന്നു. പ്രസ്ഥാനത്തിനെതിരെ കരുക്കൾ നിൽക്കുന്ന, പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ പ്രസ്ഥാനത്തിനോടൊപ്പം നിർത്തുന്നത് പ്രസ്ഥാനത്തിൻ്റെ പരാജയമാണെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ലാൽ സലാം.